Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chacko, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Alteration of Name Clause of Memorandum of Association from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. Alteration of Memorandum of Association. The Memorandum of Association is a very important document of a company. It cannot be altered by the sweet will of the members of the company. It can be altered only by following the procedures as prescribed in the Companies Act. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കമ്പനിയുടെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റായ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ഓൾട്ടറേഷനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ കമ്പനിയുടെ ഈ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ, മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്തെല്ലാം നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ, ഈ വക കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ മാറ്റം വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ അത് കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ സ്വീറ്റ് വില്ല് അനുസരിച്ച് സാധിക്കുകയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ മെമ്പേഴ്സിന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുമ്പോഴൊക്കെ ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഈ ഡോക്യുമെൻറ്റിനകത്ത് മാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വരുത്താനായിട്ട് സാധിക്കുകയില്ല. ഇഷ്ടപ്പെടുമ്പോൾ മാറ്റം വരുത്താൻ സാധിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ മാറ്റം വരുത്തണമെങ്കിൽ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തണമെങ്കിൽ കമ്പനീസ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളതായ ചില പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം, ചില നടപടിക്രമങ്ങൾ ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമേ അതിനകത്ത് മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ സ്വീറ്റ് വില്ല് അനുസരിച്ച് ഇഷ്ടാനുസരണം മാറ്റം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. It may be noted that the right of the company to alter its memorandum is strictly limited to the provisions of the Companies Act. The procedures of alteration of various clauses of the memorandum may be discussed under the following heads. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിന് കമ്പനിക്ക് അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട്. പക്ഷേ അത് കമ്പനി എന്തെല്ലാം ആനുകൂല്യങ്ങൾ, പ്രൊവിഷൻസ് പറഞ്ഞിട്ടുണ്ടോ, ഈ മാറ്റം വരുത്തുന്നതിനെ സംബന്ധിച്ച് എന്തെല്ലാം ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് മാത്രമേ, കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ആ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റിൽ ഓൾട്ടറേഷൻ വരുത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ മെമ്മോറാണ്ടത്തിനകത്ത് നമ്മൾ പഠിച്ചു, വിവിധ ക്ലോസുകളുണ്ട് മെമ്മോറാണ്ടത്തിനകത്ത്. 6ഓളം ക്ലോസുകൾ നമ്മൾ പഠിച്ചു. ചില നിബന്ധനകളെക്കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ ചില ഉടമ്പടികളെക്കുറിച്ച് പഠിച്ചു. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ക്ലോസുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ ഓരോ ക്ലോസ്, ഇപ്പോൾ നെയിം ക്ലോസ് ആണെങ്കിൽ നെയിം ക്ലോസ് മാറ്റം ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് പഠിക്കണം. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ആണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ക്ലോസിന് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതെല്ലാം ഫോളോ ചെയ്യണം. അങ്ങനെ ഈ ഓരോ ക്ലോസുകളും, അതായത് മെമ്മോറാണ്ടത്തിൻ്റെ ഓരോ നിബന്ധനകളും മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നെയിം ക്ലോസ് ഓൾട്ടർ ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ് ഇനി തുടർന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. Let us discuss the alteration of name clause of Memorandum of Association. A company may alter or change its name at any time. The only requirement is that the change must be made by following the prescribed procedure. The procedure for the change of name of the company may be summed up as under. Number 1, a company can change its name at any time by adopting the following procedure. That is, A, by passing special resolution, and B, by obtaining the approval of central government in writing. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റിലെ ഫസ്റ്റ് ക്ലോസ് ആയ നെയിം ക്ലോസ് ഓൾട്ടർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതായത് നെയിം ക്ലോസിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ, വ്യത്യാസം വരുത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്. ഇവിടെ പറയുന്നത് ഒരു കമ്പനിക്ക് അതിൻ്റെ നെയിം, അതിൻ്റെ പേര് ഓൾട്ടർ ചെയ്യാം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. പക്ഷേ അതിന് ഒരു നിബന്ധന മാത്രമുണ്ട്. ആ നിബന്ധന ഇതാണ്, അതിന് ഒരു പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയറുണ്ട്. നെയിം ഓൾട്ടർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ നെയിം ചേഞ്ച് ചെയ്യുന്നതിന് കമ്പനിക്ക് പാലിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രിസ്ക്രൈബ്ഡ് പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ആ പ്രൊസീജിയറിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും നെയിം ചേഞ്ച് ചെയ്യാം, പക്ഷേ ഈ പറയുന്നതായിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അതിലൊന്ന് ഇതാണ്, ബൈ പാസിങ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ പ്രമേയം, സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ പ്രത്യേക പ്രമേയം പാസ്സാക്കി വേണം കമ്പനിയുടെ നെയിം ചേഞ്ച് ചെയ്യാൻ. കമ്പനിയുടെ ഏതെങ്കിലും മെമ്പേഴ്സ് വിചാരിച്ച് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പേരങ്ങ് മാറ്റിക്കളയാൻ പറ്റത്തില്ല. കമ്പനിയുടെ മീറ്റിങ്ങിൽ അവതരിപ്പിച്ച് ആ മീറ്റിങ്ങിൽ വെച്ച്
ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ, പ്രത്യേക പ്രമേയം നെയിം ചേഞ്ചിനെ കുറിച്ച് പാസ്സാക്കിയതിന് ശേഷം മാത്രമേ കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ പേര് ചേഞ്ച് ചെയ്യാനായിട്ട് അവകാശമുള്ളൂ. ഇനി റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് മാത്രമല്ല, ഒരു കാര്യം കൂടി ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ മേടിച്ചിരിക്കണം. അതും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ രേഖാമൂലമുള്ള ഒരു അനുമതി വാങ്ങിയിരിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രേഖാമൂലമുള്ള അനുമതി, ഇങ്ങനെ ഒരു കമ്പനിയുടെ പേര് മാറ്റുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രേഖാമൂലമുള്ള ഒരു അനുമതി കൂടി മേടിച്ചിരിക്കണം. അതാണ് അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഇൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രത്യേക പ്രമേയം പാസ്സാക്കണം, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. രണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രേഖാമൂലമുള്ള അനുമതിയും വാങ്ങിച്ചിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട് കമ്പനിയുടെ നെയിം ക്ലോസ് ഓൾട്ടർ ചെയ്യാം. നെയിം ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന കമ്പനിയുടെ പേരിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നെയിം ക്ലോസിൽ വരുന്നത്. അപ്പോൾ ആ പേര് ചേഞ്ച് ചെയ്യാൻ ഇത്തരം പ്രൊസീജിയർ ഫോളോ ചെയ്ത് ഒരു കമ്പനിക്ക് പേര് മാറ്റാനായിട്ട് അല്ലെങ്കിൽ വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കുന്നതാണ്. സെക്കൻഡ് പോയിന്റ്, sometimes a company has been registered with a name which is identical with the name of an existing, or which in the company may change its name by adopting the following procedure. A, by passing an ordinary resolution, and B, by obtaining the previous approval of the central government in writing. ഇവിടെ നമ്മൾ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരു കമ്പനി നിലവിലുള്ള മറ്റൊരു കമ്പനിയുടെ പേരിനോട് സാമ്യമുള്ള അല്ലെങ്കിൽ ഒരേപോലത്തെ പേരുള്ള ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടാം. അത്തരം സാഹചര്യത്തിൽ ആ കമ്പനിക്ക് അതിൻ്റെ പേരെന്തായാലും മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ കമ്പനിക്ക് സെലക്ട് ചെയ്തൊരു പേരിൽ മറ്റൊരു കമ്പനി ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ, അങ്ങനെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കമ്പനിയുടെ പേര് മാറ്റണം. അത്തരം സാഹചര്യങ്ങളിൽ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒരു ഓർഡിനറി റെസൊല്യൂഷൻ മീറ്റിങ്ങിൽ പാസ്സാക്കണം, സാധാരണ പ്രമേയം പാസ്സാക്കുക. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രേഖാമൂലമുള്ള മുൻകൂർ അനുമതി വാങ്ങിച്ചിരിക്കണം. ഇത്തരത്തിൽ പേര്, കാരണം ഇവിടെ നമ്മുടെ കമ്പനിയുടെ പേരിൽ മറ്റൊരു കമ്പനി ഓൾറെഡി നിലവിലുണ്ട്. അത്തരം സാഹചര്യത്തിൽ നമ്മുടെ കമ്പനിയുടെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒന്ന് ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കുക, രണ്ടാമത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രീവിയസ് അപ്രൂവൽ മേടിക്കുക. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനിയുടെ പേര് മാറ്റുന്നതിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ നെയിം ക്ലോസ് ഓൾട്ടർ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് റിഗാർഡിംഗ് ദ ഓൾട്ടറേഷൻ ഓഫ് നെയിം ക്ലോസസ്, the change of name must be communicated to the registrar of companies within 30 days of the change. On such communication, it becomes the duty of the registrar to enter the new name in the register of companies and to issue a fresh certificate of incorporation with necessary alterations. The change of name becomes effective on the issue of fresh certificate of incorporation. The registrar shall also make necessary alterations in the memorandum of association. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പനിയുടെ പേര് ചേഞ്ച് ചെയ്യാൻ ചില പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷനും ഓർഡിനറി റെസൊല്യൂഷനൊക്കെ പാസ്സാക്കി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രയർ അപ്രൂവലൊക്കെ മേടിച്ചു, അനുമതിയൊക്കെ മേടിച്ച് പേര് ചേഞ്ച് ചെയ്തു. പക്ഷേ ഇത്തരത്തിൽ പേര് ചേഞ്ച് ചെയ്യുമ്പോൾ ആ പേരിലുള്ള മാറ്റം, ചേഞ്ച് ഓഫ് നെയിം, നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതും 30 ദിവസത്തിന്, നമ്മൾ പേര് മാറ്റി 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ ഈ പേരിലുള്ള മാറ്റം, കമ്പനിയുടെ പേരിലുള്ള മാറ്റം രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ 30 ദിവസത്തിനുള്ളിൽ അറിയിച്ചിരിക്കണം. അങ്ങനെ അറിയിച്ചു കഴിയുമ്പോൾ പിന്നീട് ഇത് രജിസ്ട്രാറിൻ്റെ ഒരു കടമയാണ് രജിസ്റ്റർ ഓഫ് കമ്പനീസിൻ്റെ ആ രജിസ്റ്ററിൽ പുതിയ പേര് എൻട്രി ചെയ്യുക എന്നുള്ളത്. പുതിയ പേര് രേഖപ്പെടുത്തിയതിന് ശേഷം, മാറ്റം വരുത്തി നമ്മൾ കൊടുത്ത പുതിയ പേര് രേഖപ്പെടുത്തിയതിന് ശേഷം ഒരു ഫ്രഷ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യണം. അതിനകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ അതിനനുസരിച്ച് പുതുതായിട്ട്, കമ്പനി തുടങ്ങുമ്പോൾ നമുക്കറിയാം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കൊടുക്കും. അപ്പോഴാണ് കമ്പനി നിലവിൽ വരുന്നതും കമ്പനി പ്രവർത്തിക്കാനായിട്ട് സജ്ജമാകുന്നതും. അപ്പോൾ ഈ പുതിയ പേര് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പേരിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ രജിസ്ട്രാർ കൊടുക്കുകയും ചെയ്യും. ഈ പേരിൽ വന്ന മാറ്റം ഫലപ്രാപ്തിയിൽ വരണമെങ്കിൽ, ഇഫക്റ്റീവ് ആകണമെങ്കിൽ, ഈ പുതിയ ഫ്രഷ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ രജിസ്ട്രാർ ഇഷ്യൂ ചെയ്തെങ്കിൽ മാത്രമേ പുതിയ പേര് നിലവിൽ വരികയുള്ളൂ.
അതേപോലെ തന്നെ രജിസ്ട്രാർ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് ഈ നെയിം ക്ലോസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയും വേണം. അപ്പോൾ പേര് ചേഞ്ച് ചെയ്യുമ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ നെയിം ക്ലോസ് ആണ്. അപ്പോൾ കമ്പനിയുടെ പേര് മാറിയിട്ടുണ്ടെങ്കിൽ ആ പുതിയ പേരായിരിക്കണം ഇനി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ആ ക്ലോസിൽ ആ മാറ്റം വരുത്തി അവിടെ കാണിക്കേണ്ടത്. അതും രജിസ്ട്രാറുടെ ഉത്തരവാദിത്തമാണ്. After the change of name has been effected and registered in the Register of Companies, the legal proceedings, if any, should be commenced by the company in its new name. The legal proceedings commenced by the company in its old name may not be held competent by the court. ഇവിടെ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കമ്പനിയുടെ പേര് മാറ്റി ആ പേര് മാറ്റിയത് നിലവിൽ വന്നു കഴിഞ്ഞാൽ പുതിയ പേരിൽ കമ്പനി നിലവിൽ വന്നു കഴിഞ്ഞാൽ രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ ഈ പുതിയ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയെ സ്വീകരിക്കുന്നതായിട്ടുള്ള ലീഗൽ പ്രൊസീഡിങ്സ് കമ്പനി മറ്റ് വ്യക്തികളായിട്ടോ തേർഡ് പാർട്ടീസിനായിട്ട് എടുക്കുന്ന ലീഗൽ പ്രൊസീഡിങ്സ് നിയമ നടപടികളിൽ ഒരു പുതിയ പേരിലായിരിക്കണം, കമ്പനിയുടെ ഇപ്പോഴത്തെ പുതിയ പേരിലായിരിക്കണം അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആരംഭിക്കേണ്ടത്. പഴയ പേരിലുള്ള ലീഗൽ പ്രൊസീഡിങ്സ് പഴയ പേരിൽ പിന്നെ ലീഗൽ പ്രൊസീഡിങ്സ് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അഥവാ അങ്ങനെ പഴയ പേരിലാണ് ലീഗൽ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് വാലിഡായിട്ട് കോടതി കണക്കാക്കുകയില്ല. അപ്പോൾ ഇതിൻ്റെ പറഞ്ഞ ചുരുക്കം എത്രയേ ഉള്ളൂ, കമ്പനി ഈ പുതിയ കമ്പനിയുടെ പേര് രജിസ്റ്ററിൽ എൻ്റർ ചെയ്ത് പുതിയ നമുക്ക് ഫ്രഷ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി പുതിയ പേരിൽ കമ്പനി ആയതിനു ശേഷം പിന്നീട് മറ്റുള്ളവർക്കെതിരെ എടുക്കുന്ന ലീഗൽ പ്രൊസീഡിങ്സിൽ കമ്പനിയുടെ പുതിയ പേരായിരിക്കണം ഉപയോഗിക്കേണ്ടത്. പഴയ പേര് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല. പഴയ പേര് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കോടതികൾ അത് അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല, അംഗീകരിക്കുകയുമില്ല. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. Briefly explain the procedure for altering the name clause of Memorandum of Association. I hope all of you understood the topic alteration of name clause of Memorandum of Association quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.